ഇന്ന് നല്ല രുചിയുള്ള ചെമ്മീൻ റൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി ഞാൻ 2 കപ്പ് ബസുമതി അരി അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് വാരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് ഞാൻ ചെമ്മീൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ചെമ്മീൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ്റെ തല അതിൽ വെള്ളം ഒഴിച്ച് ഒരു 15-20 മിനിറ്റ് നേരം തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് 2 കപ്പുണ്ട്. ഇത് റൈസ് വേവിക്കാനുള്ള പോട്ടിലേക്ക് ഒഴിക്കാം. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ ഇത് വേവിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ സ്റ്റോക്ക് ഇവിടെ 2 കപ്പുണ്ട്. പിന്നെ ബാക്കിയുള്ളത് മീഡിയം കട്ടിയുള്ള 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് മൂടി വെച്ച് തിളപ്പിക്കാം. ഈ ചെമ്മീൻ സ്റ്റോക്കും കോക്കനട്ട് മിൽക്കും ഒക്കെ നമ്മൾ ചേർക്കുന്നത് റൈസിന് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചാലും മതി. ഇതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വാരി വെച്ചിട്ടുള്ള അരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് തുറന്ന് വെച്ച് തന്നെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ തിളച്ച് റൈസും വെള്ളം ഒരേ ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് മൂടി വയ്ക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് 8 മിനിറ്റ് നേരം ഇത് വേവിക്കാം. 8 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചേക്കുക. അതങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ മസാല തയ്യാറാക്കിയെടുക്കാം. ചെമ്മീൻ മസാല തയ്യാറാക്കാനായിട്ട് ചൂടിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കയുടെ കുരു, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്രയും ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 സവാള, മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് അരിച്ചുള്ള ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ലൊരു ഗോൾഡ് ഷെയ്ഡ് ആകുന്നവരെ വഴറ്റിയെടുക്കാം. സവാള ഈ ഒരു കളർ എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി ഒരുമിച്ച് ചതച്ചിട്ടുള്ളത്, 3 പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത്, 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഏതാനും സെക്കൻഡ് ഇളക്കി കൊടുക്കാം. പൊടികൾ മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റിന് പകരം 2 ചെറിയ തക്കാളി അരച്ചത് ചേർത്താലും മതി. തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകം ആധാരം വഴറ്റിയെടുക്കുക. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം തന്നെ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. മസാലയൊക്കെ മൂത്ത് പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കാം. ഞാനിവിടെ 350 ഗ്രാം ചെമ്മീനാണ് ചേർക്കുന്നത്. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ്. ചെമ്മീൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് നേരം ഇത് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാലയും തയ്യാറായിട്ടുണ്ട്. റൈസ് ഇവിടെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. തുറന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെമ്മീൻ മസാലയിലേക്ക് ചേർത്തിട്ട് റൈസ് ഒന്നും കൂടുതലങ്ങ് പൊട്ടിപ്പോകാതെ സാവധാനം ഇത് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം പകുതി റൈസ് ചേർത്ത് യോജിപ്പിക്കുക. പിന്നീട് ബാക്കിയുള്ള റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.